തൃശ്ശൂർ ലൈബ്രറി വളരെ പരിതാപകരമായ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും ഒരു ലൈബ്രറിയിൽ സമരം എന്നത് ആരും ഇഷ്ടപ്പെടുന്നതല്ല, വരാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇപ്പോൾ ഈ ലൈബ്രറിയിലെ ഭരണാധികാരികൾ കാണിക്കുന്ന തോന്നിവാസമുണ്ട്. തോന്നിവാസം എന്നാണ് അതിന് പേര്. വളരെ ആദരണീയരായവരാണ് അവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ. പക്ഷെ അവ ഒരു മനുഷ്യത്വമില്ലാത്ത നിലയിലാണ് പെരുമാറുന്നത്. ഒരുപാട് പ്രാവശ്യം ഈ ലൈബ്രറി കൗൺസിലിന്റെ മഹത്വം നഷ്ടപ്പെടാതിരിക്കാൻ ഇവരോട് നാനാ നിലയിൽ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒന്നും ചെയ്യാൻ തയ്യാറല്ലാത്ത നിലയിൽ മുന്നോട്ട് പോവുക. നമ്മൾ തന്ന ആ കടലാസിൽ ആവശ്യങ്ങൾ പറഞ്ഞത്, ഈ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം ആവശ്യപ്പെടുമ്പോഴും അതിനോട് യാതൊരു നീതിയുമില്ലാത്ത നിലയിലാണ് പെരുമാറുന്നത്. ഒരു നിലയിൽ ക്രൂരമായ നിലയിലാണ് അവർ പെരുമാറുന്നത്. എന്തിനേറെ പലപ്പോഴും പത്രങ്ങളിൽ വന്നിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂർ ലൈബ്രറി അതിൻ്റെ ശോച്യാവസ്ഥ. ഒരുപാട് പുസ്തകങ്ങളുടെ കൂമ്പാരുള്ള ഒരു ലൈബ്രറിയാണ്. അവിടെ അത് ചോർന്നൊലിക്കുക, അത് ചതല് പിടിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പോലും ഒരു മനസ്സില്ലാത്ത നിലയിലേക്ക് തരം താഴ്ന്നു പോവുകയാണ്. അപ്പൊ നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ പലവട്ടം ആവശ്യപ്പെട്ടു. അപ്പൊ അതിനൊന്നും ഒരു മറുപടിയില്ല. 2018 കാലാവധി കഴിഞ്ഞ ഭരണ സമിതിയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോ അതിന് ഈ കാര്യങ്ങൾക്കൊന്നും സമയം കാണാൻ അവർക്ക് പറ്റില്ലെങ്കിൽ എന്നാ പിന്നെ വേറൊരു ഭരണസമിതിയോ അതിന് പറ്റിയ ആളുകളെയോ കൊണ്ടുവരാൻ അതും ശ്രമിക്കണില്ല. ഇപ്പൊ ഇവിടെ സമരത്തിലേക്ക് വന്ന കാര്യം 2017 ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ച് ചർച്ച നടന്നു. അപ്പൊ പറഞ്ഞു അത് എഗ്രിമെന്റ് ഉണ്ടാക്കി നടപ്പാക്കാം. നടപ്പാകാതെ വന്ന സാഹചര്യത്തിൽ DLOയെ സമീപിച്ചു. അപ്പൊ DLO വളരെ കാര്യമായിട്ട് ഇവരോട് പറഞ്ഞു, അത് നടപ്പാക്കൂ, നമ്മളൊരു അഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ നടപ്പാക്കണ്ടേ. നടപ്പാക്കാൻ ആവശ്യപ്പെട്ടു, നടപ്പാക്കില്ല. അപ്പോ അവസാനം പറഞ്ഞ കാര്യം, ഇവിടെ പൈസയില്ല. പൈസയില്ലെങ്കിൽ ഒരു പ്രശ്നമാണ്. പൈസ ഇവിടേക്ക് വന്ന സർക്കാരിന്റെ ഗ്രാന്റ് അടക്കമുള്ള കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ കടലാസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പണം ഇല്ലെങ്കിൽ നമ്മുടെ ലൈബ്രറിയുടെ യൂണിയൻ തന്നെ പറഞ്ഞു പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാട് നമുക്ക് ചെയ്യാം. പൈസ ഉണ്ടാക്കാനുള്ള പദ്ധതി മുന്നോട്ട് വെച്ചു. ഇതുമായി ഭരണസമിതി സഹകരിക്കണം, ചർച്ചയ്ക്ക് വേദിയൊരുക്കണം. ഒരു കാര്യവും ചെയ്യാതെ ഇന്ന് വരെ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കാം. സത്യത്തിലൊരു മനുഷ്യത്വപരമായ നിലപാടല്ല സ്വീകരിക്കുക. ശമ്പള പരിഷ്കരണം നടപ്പാക്കാതിരിക്കുക, അവർക്ക് അർഹബന്ധപ്പെട്ട ലീവ് സറണ്ടർ കൊടുക്കാതിരിക്കുക, ഇങ്ങനെ നമ്മൾ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ പറയല്ല. ഒരു ലൈബ്രറിയുടെ ഭരണാധികാരി ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാത്ത നിലയിൽ അവര് വളരെ മോശപ്പെട്ട നിലപാട് സ്വീകരിക്കാൻ ഗത്യന്തരില്ലാണ്ടായി. ഇപ്പൊ അവിടെ ലൈബ്രറിക്ക് വരുന്ന നമ്മുടെ പത്രമാധ്യമ സുഹൃത്തുക്കൾ തന്നെ പലപ്പോഴും അവിടെയുള്ള ജീവനക്കാരോട് ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും. അപ്പൊ അവിടെ ജീവനക്കാരെന്ന് വെച്ചാൽ 16 പേര് അവിടെ വർക്ക് ചെയ്തിരുന്നു. 18 പേര്, ഇപ്പൊ 6 പേരേ ഉള്ളൂ. ഈ 6 പേരെ വെച്ചുകൊണ്ട കാര്യം പോണത്. നമ്മളവിടെ പോയി കണ്ടാൽ അറിയാം, 3 നിലയിലെ മുഴുവൻ സ്ഥലങ്ങളിലും പുസ്തകം നിറഞ്ഞേക്കാണ്. 18 പേരും പോരാ, എന്നാൽ ഇപ്പൊ 6 പേരേ ഉള്ളൂ. ഈ 6 പേർക്ക് മുൻപുണ്ടായിരുന്ന സ്ട്രെങ്ത് ഫില്ല് ചെയ്യാൻ അതും നടപടി സ്വീകരിക്കുന്നു. അപ്പൊ ഏകദേശം ആ ഒരു ലൈബ്രറിയുടെ കട്ടും മട്ടും തന്നെ നഷ്ടപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ വന്നു. ഈ സമയത്ത് എല്ലാവരോടും നമ്മളിത് ആവശ്യപ്പെട്ടു, ഇവരുടെ കണ്ണ് തുറക്കണം, കണ്ണ് തുറക്കണം. സന്ദർഭത്തിൽ നിലയില്ലാണ്ട് വന്നപ്പോ 9, 10 തീയതികളിൽ അവിടെ പണിമുടക്ക് നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്.
ഈ പണിമുടക്ക് നടത്തുമ്പോൾ അവിടെ ജോലിയെടുക്കുന്നവർ മാത്രമല്ല, അവിടെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ വായിക്കാൻ വരുന്നുണ്ട്, പുസ്തകം മേടിക്കാൻ വരുന്നുണ്ട്. ഇവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അവരൊക്കെ സഹകരിക്കും. ഒന്നും പറ്റാതെ വന്നാൽ ഈ ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യാൻ അവരുടെ വീടുകളുടെ മുമ്പിലേക്ക് തന്നെ പോകണം എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ഒരിക്കലും ഒരു ലൈബ്രറിയിലെ ജീവനക്കാർ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അത്രമാത്രം ഭീകരമായ നിലയിൽ മനുഷ്യത്വപരമായ നിലപാടില്ലാത്ത ഭരണാധികാരികൾക്കെതിരായി കണ്ണു തുറപ്പിക്കാൻ ഇത്തരം സമരമല്ലാതെ രക്ഷയില്ലാത്ത സാഹചര്യത്തിലാണ് 9, 10 തീയതികളിൽ ലൈബ്രറി പണിമുടക്ക് നടത്താൻ ജീവനക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് നമ്മുടെ എല്ലാവരുടെയും സഹകരണം വേണം. ഏത് നിർദ്ദേശം പിന്നെ നമ്മുടെ പത്രമാധ്യമ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നോ ഏത് മേഖലയിൽ നിന്ന് വന്നാലും സ്വീകരിക്കാൻ യൂണിയൻ തയ്യാറാണ്. പേര് തന്ന കടലാസിലുണ്ട്, ഞങ്ങൾ പേര് പറയാം. PK ഷാജൻ, CITUവിന്റെ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. T സുധാകരൻ, CITUവിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. A സിയാവുദ്ദീൻ, CITU സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ജോസഫ് മാളിയേക്കൽ ഈ സംഘടനയുടെ പ്രസിഡന്റാണ്. P വിജയൻ ഈ സംഘടനയുടെ സെക്രട്ടറിയാണ്. യഥാർത്ഥത്തിൽ ഭരണസമിതിയുടെ പോരായ്മയാണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇതിന് ഇപ്പൊ നമ്മൾ അവിടെയുള്ള ഈ ലൈബ്രറി ജീവനക്കാരൊന്നും ആവശ്യമില്ലാണ്ട് സമരത്തിനും ഒരു വാക്ക് ഇവര് ഭരണസമിതിക്കാരോട് മോശമായി പെരുമാറില്ല. എന്നും റിക്വസ്റ്റ് ചെയ്യണം. അവർക്കാണെങ്കിൽ ഈ കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറില്ല. ഈ സമ്പത്തുണ്ടാക്കണ്ടേ? തൃശ്ശൂരിനെ പോലെ ഇത്രയും ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ സമ്പത്ത് ഉണ്ടാക്കാൻ എന്താ പാട്? അപ്പൊ അതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കിയാൽ നമ്മുടെ പദ്ധതി അവരോട് പറഞ്ഞു. ഇതിനൊന്നും തയ്യാറല്ലാത്ത സാഹചര്യമാണ്. പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ പറയും ഞാൻ പ്രസിഡന്റ് മാത്രമാണ്, സെക്രട്ടറിയാണ് അധികാരി. സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ അത് ഞാനല്ല, ബോർഡാണ്. ബോർഡിനോട് ചോദിക്കുമ്പോൾ അവർക്ക് ആർക്കും ഇതിലൊരു പങ്കില്ലാത്ത നിലയിൽ സംസാരിക്കാം. അപ്പോൾ ജീവനക്കാരുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. ലൈബ്രറിയുടെ സ്ഥിതി അതിനേക്കാൾ പരിതാപകരമാണ്. ഈ പണിമുടക്കിന്റെ പ്രോഗ്രാം സുധാകരൻ പറഞ്ഞു. മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ദ്വിദിന പണിമുടക്കായിട്ടാണ് ഇത് നടത്താമെന്നുള്ള ഉദ്ദേശിച്ചത്. അതിന് പലതവണ ആയിട്ട് മാനേജ്മെന്റ് ആയിട്ട് സംസാരിച്ചിട്ടും നമുക്ക് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ലൈബ്രറി നടത്തിക്കൊണ്ടുപോകുന്നുള്ളൊരു ഒരു മനോഭാവത്തിലല്ല മാനേജ്മെന്റ് നിൽക്കുന്നത്. നമ്മൾ സമരം പ്ലാൻ ചെയ്തിട്ടുള്ളത് തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായിട്ട്. അതായത് 9, 10 തീയതികളിലായി 2 ദിവസത്തെ ദ്വിദിന പണിമുടക്ക്. അതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് സഖാവ് UP ജോസഫാണ്. ജില്ലാ ജനറൽ സെക്രട്ടറി അതിന്റെ ഉദ്ഘാടനം നടത്തും. ജില്ലാ ജനറൽ സെക്രട്ടറിക്ക് പുറമെ അതിന്റെ സമാപനം 10-ാം തീയതി മുൻ വിദ്യാഭ്യാസ മന്ത്രി സഖാവ് C രവീന്ദ്രനാഥാണ് അതിന്റെ സമാപന പരിപാടി നടത്തുന്നു. അങ്ങനെ 2 ദിവസത്തെ പണിമുടക്കാണ്. ഈ പണിമുടക്കിന്റെ മുന്നോടിയായിട്ട് നമ്മൾ 6-ാം തീയതിയാണ് ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഐക്യദാർഢ്യ ഒപ്പുശേഖരണം നമ്മൾ നടത്തുന്നുണ്ട്. ഐക്യദാർഢ്യ ഒപ്പുശേഖരണം നടത്തുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് N രാജനാണ്. പ്രശസ്ത ചെറുകഥാകൃത്താണ്. സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചിട്ടുള്ള ഇപ്രാവശ്യത്തെ അവാർഡ് ജേതാവ് കൂടിയാണ്. ആളാണ് അതിന്റെ ഉദ്ഘാടനം നടത്തുന്നത്. 7-ാം തീയതിയാണ് നമ്മൾ ഈ സമരജ്വാല തെളിയിക്കണമെന്നുള്ള തീരുമാനിച്ചിട്ടുണ്ട്. 7-ാം തീയതി വൈകിട്ട് നമ്മൾ ഒരു പ്രകടനമായി വന്ന് സമരജ്വാല തെളിയിച്ച് അതോടുകൂടി അവസാനം നമ്മൾ പിന്നെ സമരത്തിലേക്ക് പോകണം. അങ്ങനെ തുടർച്ചയായിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ട പരിപാടികൾ കൂടി നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിന് മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധയും സഹകരണമൊക്കെ ഞങ്ങൾക്ക് അവിടെ വേണം. കാരണം ഇത് നമ്മളെല്ലാവരും പൊതു പ്രശ്നമായിട്ട് വരുന്നതാണ്. തൃശ്ശൂരിന്റെ അഭിമാനമാണ് സത്യത്തിൽ ഈ ലൈബ്രറി. പക്ഷെ അഭിമാനത്തെ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിൽ വരാണ്. നിയമപരമായിട്ട് തുടരാൻ അർഹതയില്ലാത്ത ഒരു ഭരണസമിതി ഇപ്പോൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
തെരഞ്ഞെടുപ്പിലേക്ക് പോലും വരാതെ അപ്പോ ഇത് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കണം, ഇതിനെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരിലേക്ക് എത്തിക്കണം. അപ്പൊ അതിന് മാധ്യമങ്ങൾ ഞങ്ങളൊപ്പം നന്നായി സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ. തൃശ്ശൂർ എന്ന് പറഞ്ഞാല് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. അതെ, തൃശ്ശൂർ 150 വർഷത്തിലധികം പഴക്കമുള്ള ലൈബ്രറി ദേവാലയം എന്ന നാശമായിട്ട് ഇവിടെ ഗവൺമെന്റ് ഉണ്ട്, ഇവിടെ ലൈബ്രറി കൗൺസിൽ ഉണ്ട്, ഇവിടെ 2 വർഷത്തിന്റെ എംഎൽഎമാരുണ്ട്. ഇത്രയും നാളായിട്ടും ഇത് ആർക്കും ഇതിലേക്ക് എത്തിക്കാനോ ഒരു ലൈബ്രറി രക്ഷിക്കാൻ എന്തെങ്കിലും നടപടി ചെയ്തിരിക്കാൻ കഴിയില്ല. അത് നടക്കാനാണ്. ഇതില് സാങ്കേതികമായ കഴിഞ്ഞ വർഷം ലൈബ്രറി കൗൺസിലിന്റെ എംഎൽഎ കൂടി ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ലൈബ്രറി പ്രസിഡന്റ് എന്തെങ്കിലും അങ്ങോട്ട് പ്രശ്നമാണ്. കാരണം പബ്ലിക് ലൈബ്രറികളുടെ ലൈബ്രറി കൗൺസിലിൽ കീഴിലുള്ളതാണ്. 2 വർഷം ലൈബ്രറി ഇലക്ഷൻ നടത്താൻ പറഞ്ഞിട്ടാണ്. ഇതൊക്കെ ആയിട്ട് പോലും ഇവിടുത്തെ ലൈബ്രറി കൗൺസിലിന്റെ വില ഇടാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങളുടെ യൂണിയനും കുട്ടികളെ 2 വർഷത്തേക്കുള്ളതാണ്. ഒരു തീരുമാനം സ്വീകരിക്കുക. അവസാന കാലത്ത് ഇതിലേക്ക് വന്നുകൊണ്ട് വേണ്ട കാര്യമാവും. അങ്ങനെയല്ല, സാങ്കേതികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ലൈബ്രറി കൗൺസിലിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് പബ്ലിക് ലൈബ്രറി. അങ്ങനെ അഫിലിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് അതിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതി എപ്പോഴും ഒരു നിലപാടെടുക്കുകയാണ്. നേരത്തെ അഫിലിയേറ്റ് ചെയ്യുകയും ലൈബ്രറി കൗൺസിലിന്റെ ഗ്രാൻഡ് അടക്കം വാങ്ങുകയും പ്രവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്ന സംഘടന ലൈബ്രറി കൗൺസിലിന്റെ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന വ്യവസ്ഥകൾ കർശനമാക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഗ്രാൻഡ് വാങ്ങുന്നില്ല. അപ്പോൾ പൈസയ്ക്കുള്ള പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ്. എവിടെയെങ്കിലും ഒരു പബ്ലിക് ലൈബ്രറി ഇതുപോലെ തൊഴിലാളികൾ അവിടുത്തെ ജീവനക്കാർ സമരം നടത്തുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ തൃശ്ശൂരിലെ ഈ സാംസ്കാരിക കേന്ദ്രത്തിൽ അറിയപ്പെടുന്ന ഒരു പബ്ലിക് ലൈബ്രറിയുടെ മുമ്പിൽ കഴിഞ്ഞ 3 വർഷത്തിനോളമായിട്ട് ആ ബോർഡ് പുറത്തിട്ടുണ്ട്. നിങ്ങൾ പോയവരൊക്കെ കണ്ടിട്ടുണ്ടാവും. തൊഴിലാളികൾ നിങ്ങൾ പണിമുടക്കിലാണ്, നിങ്ങൾ സമരത്തിലാണ് എന്ന് പറഞ്ഞിട്ട്. പണിമുടക്കല്ല, സമരത്തിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. പലരും വന്ന് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വെച്ച ബോർഡ് സ്ഥിരമായിട്ടോട്ടിരിക്കുകയാണെന്ന്. അപ്പൊ നമുക്കൊരു പണിമുടക്കിലോ പ്രക്ഷോഭത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമില്ല. ഒരു സാംസ്കാരിക സ്ഥാപനമല്ലേ. 200-250 തൊഴിൽ നാട്ടുകാരും അംഗങ്ങളും മാത്രമല്ല, റിസർച്ച് വർക്ക് നടന്ന സ്റ്റുഡൻസ് ഒക്കെ ഡെയിലി വന്നു പോകുന്ന സ്ഥാപനമാണ്. അപ്പൊ അവിടെ അങ്ങനെ ഒരു സ്കേമിഷ് ഉണ്ടാകാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതൊരു ദൗർബല്യമായി എടുക്കുകയാണ്. 1,70,000 പുസ്തകം അവിടെയുണ്ട്, ചിൽഡ്രൻസ് ലൈബ്രറി ഉണ്ട്, അവരുടെ പേരൻസ് അവിടെ വരുന്നുണ്ട്. ഈ പറഞ്ഞൊരു സ്ഥാപനം, സൗഹൃദത്തിന്റെ ഒരു അന്തരീക്ഷം നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ അങ്ങനത്തെ സംഗതി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ചില ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. പക്ഷെ എന്താ ചെയ്യുക? അങ്ങനെ വന്നപ്പോൾ ഈ യൂണിയൻ കൂടെ ഇടപെട്ടുകൊണ്ട് കോടതിയിൽ കേസ് കൊടുത്തു. അക്കാര്യമൊക്കെ അറിയാം, ചോദ്യം ചോദിച്ചാൽ തന്നെ അറിയാം. കോടതിയിൽ പോയി കോടതി ഒടുവിൽ ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചിൽ നിന്ന് 2 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ 8 വർഷമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല. ആളുകളെ വെല്ലുവിളിക്കുകയാണ് ഈ സ്ഥാപനം. അപ്പോൾ ആ നിർദ്ദേശം വന്നപ്പോൾ നിർദ്ദേശത്തിനെതിരെ വീണ്ടും ഒരു അപ്പീൽ കോടതി വന്നു. എന്നിട്ട് ആ അപ്പീൽ ഓരോ 3 മാസം കൊണ്ട് നീട്ടി വാങ്ങിയിട്ടുണ്ട്. കോടതിയിൽ അനേകം സിവിൽ കേസ് ഹൈക്കോടതി കിടക്കുന്നത് വളരെ പെട്ടെന്ന് തീരുമാനം ഉണ്ടാവും. സാങ്കേതികമായി നിൽക്കുന്ന ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മറ്റ് ഗവൺമെന്റ് വിചാരിച്ചാൽ പറ്റുമോ? കോടതി കിടക്കുന്ന ഒരു കേസ് അല്ലെങ്കിൽ MLA വിചാരിച്ചാൽ പറ്റുമോ? അത് പറ്റില്ല. അങ്ങനെ സാങ്കേതിക പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് ഇത് തന്നെ ഒരു അവസരമായി എടുത്തുകൊണ്ട് ഈ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു. 18 ജീവനക്കാരുണ്ടായിരുന്നിട്ട് 8 പേര് 2 ഷിഫ്റ്റാണ് ജോലി ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ 6 പേർക്ക് അല്ലെങ്കിൽ 8 പേർക്ക് കൈകാര്യം ചെയ്യാൻ? പ്രായോഗികമായി കഴിയുന്നൊരു കാര്യമാണ്. അപ്പൊ ഈ സ്ഥാപനത്തിനെ മുടിപ്പിക്കുക, ഇവരെ അസംതൃപ്തരാക്കുക, 5 കൊല്ലം കഴിഞ്ഞ് പിന്നെ കരാർ പുതുക്കി വീണ്ടും കരാർ ഉണ്ടാക്കാൻ ചർച്ച ചെയ്യാതിരിക്കുക. 15,000 രൂപ 20,000 രൂപ കിട്ടുന്ന ശമ്പളം നാട്ടിൽ നടന്ന് പറഞ്ഞ ആളുകൾക്ക് തമാശയായിട്ടുണ്ട്, വിശ്വസിക്കാൻ തന്നെ തോന്നില്ല. പക്ഷെ ഇതാണ് നിൽക്കുന്ന ഒരു സ്ഥിതി. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം നൗ പുഷ്ടിതമാണ്, ഇനി ഇത് വഴിയില്ല. അങ്ങനെ വന്നപ്പോഴേ പണിമുടക്കിലേക്ക് നിങ്ങൾ തീരുമാനിച്ചു. ലൈബ്രറി കൗൺസിൽ നിഷ്ക്രിയമെന്ന് പറയാൻ കഴിയില്ല. ലൈബ്രറി കൗൺസിൽ കേസിൽ പ്രതിയാണ്. അല്ല, അങ്ങനെയാണല്ലോ. ലൈബ്രറി കൗൺസിലിന് കൂടി ഇതിൽ പങ്കുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്ന് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഹിയറിംഗ് നടത്തിയിട്ട് തീരുമാനമെടുക്കാൻ പറഞ്ഞത്. ലൈബ്രറി കൗൺസിൽ വിളിച്ചു, പരാതിക്കാരെ എല്ലാം വിളിച്ചു, പരാതി കേട്ടു. എന്നിട്ട് ലൈബ്രറി കൗൺസിൽ അതനുസരിച്ചിട്ട് ഈ പറഞ്ഞ ലൈബ്രറി കൗൺസിൽ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തു, കോടതിയിൽ കൊടുത്തു. അതിനകത്ത് ലൈബ്രറി കൗൺസിലിന് വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രകാരം ലൈബ്രറി കൗൺസിലിന്റെ ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ തെരഞ്ഞെടുപ്പെടുത്ത നിർദ്ദേശം വന്നു. അതിനെ പോയി കോടതി പോയി അപ്പീൽ കൊടുത്തത്. സർക്കാരിന് എങ്ങനെയല്ല തുടങ്ങി അങ്ങനെ ഒരു ഒത്താശയില്ല. അത്
അത് ഞങ്ങൾക്ക് അറിയാം അത്. സർക്കാരും വിജയിക്കുക, സംസ്ഥാന വകുപ്പ് വിജയിക്കുക, ലൈബ്രറി കൗൺസിൽ വിജയിക്കുക. അല്ല, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ ആദ്യമായി ഈ തർക്കം പരിഹരിച്ചല്ലേ പറ്റൂ. ലൈബ്രറി കൗൺസിലുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് ഇപ്പോഴത്തെ ഭരണസമിതി പറയുന്നു. ഈ ഭരണസമിതി തന്നെ ലൈബ്രറി കൗൺസിലിന്റെ സൗജന്യങ്ങൾ വാങ്ങുകയും കമ്പ്യൂട്ടർ അടക്കമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് ഗ്രാന്റ് നേരത്തെ വാങ്ങിയിട്ടുണ്ട്, രേഖകളുണ്ട്. ഇത് സംബന്ധിച്ചൊരു സാങ്കേതിക തർക്കം കോടതിയിൽ ഉന്നയിക്കുകയും കോടതിയിൽ കിടക്കുകയാണ്. കോടതിയിൽ നിന്നൊരു പരിപാടി തീരുമാനം വരാതെ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് നേരിട്ട് ഈ ലൈബ്രറിയുടെ ഭരണസമിതിയെ സൂപ്പർസീഡ് ചെയ്യാൻ പറ്റുമോ? കഴിയില്ലല്ലോ. ലൈബ്രറി കൗൺസിലിൽ ഇടപെടാവുന്നതൊക്കെ ഇടപെട്ടിട്ടുണ്ട്, പക്ഷെ പരിഹാരം ഉണ്ടാവുന്നില്ല, നീട്ടിക്കൊണ്ടുപോകുന്നു. ഞാനിപ്പോൾ ഇത് പറയുന്നത് കഴിഞ്ഞ 6 മാസം മുമ്പ് വീണ്ടും ഒരു അപ്പീൽ കൊടുത്തു. ഇതിലൊക്കെ അവർക്ക് പണമുണ്ട്. പണമില്ല എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആള് കോടതിയിൽ എത്ര പണം ചെലവാക്കാൻ കോടതിയിലും പണം ചെലവഴിക്കും ഒരു മടിയുമില്ല. സാങ്കേതികമായി ഏത് സ്ഥാപനത്തിലെ എംപ്ലോയിയുടെ ജോലിയാണല്ലോ ജോലി ചെയ്യുന്ന ആളുകളുടെ വരുമാനം കണ്ടെടുത്ത് ജോലിയുടെ ശമ്പളത്തിന്റെ പകുതി കണ്ടെത്തുക. ഇത് കഴിയാത്തൊരു സ്ഥാപനം എന്നല്ലല്ലോ ഈ തൃശ്ശൂർ നഗരത്തിൽ ആര് വിചാരിച്ചാലും അവിടെ സ്പോൺസേഴ്സ് കിട്ടാത്തത് ലൈബ്രറി പോലത്തെ സ്ഥാപനത്തിന്. പക്ഷെ ഒന്നും ചെയ്യില്ല, തിന്നുകയില്ല, തീറ്റിക്കുകയില്ല എന്ന് പറഞ്ഞ സ്ഥിതിയിലാണ് കാര്യങ്ങൾ. ഇതാണ് ഇതിനിപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ. ഇപ്പൊ ഇതൊരു സമൂഹത്തിനൊരു ചർച്ച പുറത്തോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സത്യത്തിൽ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ടിട്ടെങ്കിലും. പക്ഷെ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. അവിടെ ഒരു മൊബൈൽ വാൻ കിടപ്പുണ്ട്, നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നില്ല. ഒരു മൊബൈൽ വാൻ പൊളിഞ്ഞ് തകർന്ന് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ വീടുകളിൽ മാഗസിൻ സെറ്റ് കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ഇപ്പൊ എല്ലാം നിന്നു. അപ്പൊ ആരുടെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി പേരും വെച്ച് ചില ആളുകളുടെ ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം, അതിനെ പറയുന്നില്ല, അങ്ങനെ ഇരുന്ന് പോകുക എന്നുള്ളതാണ്. ഇത്രയും പ്രധാനപ്പെട്ട തൃശ്ശൂരിൻ്റെ ഒരു സാംസ്കാരിക സ്ഥാപനം അത് ജീവനക്കാരുടെ മാത്രം ഒരു പ്രശ്നം എന്ന രീതിയിലല്ല അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യമായ സഹകരണം ഉണ്ടെങ്കിൽ ഇത് സമൂഹത്തിൽ ചർച്ച വരുള്ളൂ. അക്കൗണ്ടബിളായ ആളുകൾ അക്കൗണ്ടബിളായി പ്രവർത്തിക്കണം. ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ പോയി ഒരു സമരവും പ്രക്ഷോഭവും ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ഒരിക്കലും ആഗ്രഹമില്ല. പക്ഷെ നിവൃത്തിയില്ല. ഈ രീതിയിലെ കാര്യങ്ങൾ ല്ല ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത്. അവര് തന്നെ മാനേജ്മെന്റ് തന്നെ വെച്ച കരാർ വ്യവസ്ഥ ലംഘിക്കുന്നതിനെതിരാണ്. അതായത് 17-ൽ വെച്ച അഗ്രിമെന്റ് അനുസരിച്ച് 22-ൽ ശമ്പളം പരിഷ്കരിക്കണം. 4 വർഷം കഴിഞ്ഞു. ക്ഷാമബത്തെയും അതനുസരിച്ച് സർക്കാർ തരുന്ന നിരക്കിൽ വർദ്ധിപ്പിച്ച് തരേണ്ടതുണ്ട്. ഇപ്പം 119% കുടിശ്ശികയാണ് 8 ഗഡുക്കളായിട്ട്. അതെല്ലാം തരാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ് കരാറിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച്. ഇതിന് പുറമെ സറണ്ടർ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഈ സറണ്ടർ ആനുകൂല്യം അത് 2023 മുതൽ ഏകപക്ഷീയമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ലീവ് എടുക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള നടപടികൾ. ആകെ 6 ജീവനക്കാരുള്ളൂ. ഇന്നിപ്പോൾ രാവിലെ ലൈബ്രറിയിൽ ഒരു ജീവനക്കാരൻ മാത്രമാണ് ഉള്ളത്. 2 പേർക്ക് അസുഖം വന്നപ്പോൾ ലീവ് എടുക്കേണ്ടി വന്നു. ഒരാൾ മാത്രമാണ് ഇന്ന് രാവിലെ ഡ്യൂട്ടിയിലുള്ളത്. ലീവ് എടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വലിയ ബുദ്ധിമുട്ടിലായിട്ടും ഒരു ബുദ്ധിമുട്ടും കാണിക്കാതെ ആ ലൈബ്രറി മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവനക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ സറണ്ടറാണ് നിർത്തിവെച്ചിരിക്കുന്നത്. ക്യാഷ് ലീവ് എടുക്കാൻ പലപ്പോഴും തടസ്സം നിൽക്കുന്നു. സെക്രട്ടറി കാണണമെന്ന് പറയുന്നു. അങ്ങനെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് ലീവ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. 2000-ന് ശേഷം ഒരു പ്രൊമോഷൻ അവിടെ ഉണ്ടായിട്ടില്ല. പ്രൊമോഷൻ ഇല്ലാത്തടത്ത് ഗ്രേഡ് എന്നുള്ള ഒരു തത്വമുണ്ട്, അതവിടെ നടപ്പാക്കുന്നില്ല. നേരത്തെ ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു എന്നതുകൂടി ഓർക്കണം. 18 പേരുള്ളടത്തിപ്പോൾ വെറും 6 പേരാണ്. സാലറി ഇനത്തിലെ വലിയ തോതിൽ എക്സ്പെൻഡിച്ചർ കുറഞ്ഞിട്ടുണ്ട് റിട്ടയർമെന്റ് ആയി പോകുന്ന കാരണം. അപ്പൊ ഇത്ര ഒരു സാഹചര്യത്തിൽ ആണ് ഈ സമരത്തിലേക്ക് വന്നത്. മുൻകാല പ്രക്ഷോഭങ്ങളിലൊക്കെ മാധ്യമ സുഹൃത്തുക്കളുടെ നിർലോഭമായ സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. യഥാർത്ഥം നിങ്ങൾക്ക് അറിയാം. അവിടുത്തെ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ആ ഒരു സഹകരണവും സഹായവും ഞങ്ങൾ ഈ വരാൻ പോകുന്ന പണിമുടക്കിലും പ്രതീക്ഷിക്കുന്നു. എന്ന് മാത്രമല്ല, മാനേജ്മെന്റ് ഇനിയെങ്കിലും ഈ വൈകിയ വേളയിൽ ഒത്തുതീർപ്പിന് തയ്യാറാവണം. വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ മാത്രം മാനേജ്മെന്റ് തയ്യാറായാൽ മതി. അതിന് തയ്യാറാകണം എന്നുകൂടി ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് മാനേജ്മെന്റിനോട്. അല്ലാത്ത പക്ഷം വലിയ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരും. ഒന്നുമില്ല. DLO ആണ് ചർച്ചയ്ക്ക് വേണ്ടി ഒരു രംഗം ഒരുക്കിയത്. DLO 5-8 തവണ ചർച്ചയ്ക്ക് വിളിച്ചു. പലപ്പോഴും അവർ വരാറില്ല. ഉത്തരവിൽപ്പെട്ട ആൾക്കാർ മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് വരാതെ കണ്ട് അത് നീണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ DLO പറഞ്ഞത് തന്നെയാണ്, ഈ കരാറിലെ കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കും എന്നാണ് മാനേജ്മെന്റിനോട് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് അതിനൊന്നും തീരുമാനിക്കാൻ പറ്റുന്നവരല്ല, ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ,
എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധിയാണ് പറയുന്നത്. ഞങ്ങൾ വ്യക്തമായ നിർദ്ദേശങ്ങൾ വെച്ച DLOന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് എനിക്ക് കോപ്പിയും കൊടുത്തു. പക്ഷെ അതും ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള എന്ത് നിർദ്ദേശവും ഞങ്ങൾ ജീവനക്കാരാണല്ലോ അത് നടപ്പാക്കേണ്ടവർ, നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് DLO പറഞ്ഞു. ഈ ശമ്പള പരിഷ്കരണം എന്നുള്ളത് തത്വത്തിൽ ഇവർ അംഗീകരിക്കുക എന്നുള്ള ഒരു സമീപനെങ്കിലും വേണം എന്നാവശ്യപ്പെട്ടു. അതിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാനേജ്മെന്റ് അത് അവസാനിപ്പിച്ചു പോകുന്നത്. മുന്നോട്ട് ഇനി ചർച്ച നടത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ചർച്ച അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് DLO ചെയ്തത്. അങ്ങനെ ഒരു കൺസിലേഷനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. വേറെ ചർച്ചയ്ക്കൊന്നും വിളിച്ചിട്ടില്ല. നിങ്ങൾ ഓഗസ്റ്റ് 11 സൂര്യൻ പണിമുടക്ക് നടത്തിയവരാണ്. അതിനുശേഷമാണ് DLO ആയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളിലേക്കൊക്കെ പോയത്. വളരെ കാലം 2022 കാലാവധി പൂർത്തിയാക്കിയ ഒരു കരാറിലെ കാര്യങ്ങൾ നടപ്പാക്കണമെന്നാണ് നമ്മൾ കരാർ പുതുക്കാനും അന്നത്തെ വ്യവസ്ഥ നടപ്പിലാക്കാനും പറഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. വളരെ സാവകാശമാണ് നമ്മൾ ഈ പ്രശ്നങ്ങളും ഡിമാൻഡുകളായിട്ടൊക്കെ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം പബ്ലിക് ലൈബ്രറി നിലനിൽക്കണം എന്ന് മറ്റാരെക്കാളും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കാണിക്കുന്നവരാണ്. പക്ഷേ നിവൃത്തിയില്ല. ഈ 2012 കാലാവധി കഴിഞ്ഞ ഈ ഭരണസമിതിയെ കൊണ്ട് നിവൃത്തിയില്ല എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ പ്രതികാര നടപടികളിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. ശമ്പളം കട്ട് ചെയ്യുക തുടങ്ങിയ നടപടികളിലേക്ക് കൂടി അവർ കടന്നു വരുന്നുണ്ട് ഇപ്പോൾ. അതും നിർഭാഗ്യകരമാണ്. അപ്പം അതിൽ നിന്നൊക്കെ തിരുത്തപ്പെടണം എന്നാണ് മാനേജ്മെന്റിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അപ്പം എല്ലാ സാധനങ്ങളും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.